പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കൽപ്പറ്റ ടൗണാണ്. കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് 1 കിലോമീറ്ററിന് ചുറ്റളവിലാണ്. അതായത് ഒന്നും ചില്ലറ ഉണ്ടാവും. കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് ഇങ്ങോട്ട് അത്യാവശ്യം ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ഭയങ്കര വ്യൂ ഉള്ളൊരു ലാൻഡാണ്. അസാധ്യ വ്യൂ ആണ്. പിന്നെ വില പറയുകയാണെങ്കിൽ ആവറേജ് വില, അതായത് സെൻറ്റ് വിലയാണ് ഞാൻ പറയുന്നത്, 1.5 ലക്ഷം രൂപ. ചില സെൻറ്റിന് വില കൂടും, ചിലത് കുറയും. കാരണം മുറിച്ച് കൊടുക്കാനുള്ള പർപ്പസാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ചില ഏരിയയ്ക്ക് വില, അതായത് ഓരോ സൗകര്യത്തിനനുസരിച്ച് വില ചെറിയ വ്യത്യാസം ഉണ്ടാവും, കുറയുകയും ചെയ്യും കൂടുകയും ചെയ്യും. ഭയങ്കര വ്യൂ ഉള്ള ഏരിയ ആണ്. കൽപ്പറ്റ ടൗണാണ്. കൽപ്പറ്റ ടൗണിൽ ഒരു മാന്യമായ വിലയാണ് 1.5 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാം. മുനിസിപ്പാലിറ്റി 2 രൂപേൻ്റെ മേലെ ലാൻഡിന് വില വരുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം. കൽപ്പറ്റ ടൗണിൽ ആവശ്യക്കാർക്ക് പറ്റുന്ന നല്ലൊരു ലാൻഡാണ്. വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഗൂഡലായി കുന്നിലാണ്, പക്ഷേ വെള്ളത്തിനുള്ള സൗകര്യമുണ്ട്. അത് നിങ്ങൾ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് എടുത്താൽ മതി. എല്ലാ കൺസ്ട്രക്ഷനും നടക്കുന്ന ജന്മം പട്ടയുള്ള ലാൻഡാണ്. അതുകൊണ്ട് നമുക്ക് ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ പറ്റുന്ന നല്ല വ്യൂ ഉള്ള ലാൻഡാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മൾ വരുന്ന വഴി കേട്ടോ. ഏതാണ്ട് ഇവിടം വരെ ടാറിങ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഈ സോളിങ് വരുന്നത് കേട്ടോ. ലാൻഡ് ഇതാ ഈ കമ്പിവേലി മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ കമ്പിവേലി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മേലെ വരെ പോകുന്നുണ്ട് കേട്ടോ. 2.5 ഏക്കർ ലാൻഡ് ഉണ്ട്. ഇങ്ങനെയാണ് ലാൻഡ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നിലവിൽ റോഡുണ്ട്. നമ്മളെ വണ്ടി താഴെ കിടക്കുന്ന കാണുന്നുണ്ടാവും. ഈ റോഡിൻ്റെ ഇവിടം വരെ ലാൻഡ് വരുന്നുണ്ട് കേട്ടോ. ഇവിടം വരെ റോഡും ഉണ്ട്. അവിടം വരെ ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ലാൻഡാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ. കാടൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചാണ് വിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഈ ഒരു സ്ഥലം റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ചെറിയൊരു കുഴിയാണിത്. ഇത് വിറ്റ് പോയി കേട്ടോ. ഇത് 20 സെൻറ്റ് വിറ്റ് പോയതാണ്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡിലോട്ടൊന്ന് കയറാം. നല്ല മഴയാണ് കേട്ടോ. വയനാട്ടിൽ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തോർന്ന നേരത്ത് വീഡിയോ എടുക്കുകയാണ്. ഏതാണ്ട് ഒരു പകുതി വരെ ഒരു സ്ലോപ്പും അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കയറ്റം കേട്ടോ മേലോട്ട്. ഇവിടെയൊക്കെ നല്ല നിരപ്പാട്ടോ, കാണുന്നുണ്ടാവും. നല്ല നിരപ്പാണ്. നിങ്ങൾ ആ ഷെഡ് കാണുന്നുണ്ടാവും മേലെ, ഒരു ഷെഡുണ്ട്. അവിടം വരെ ലാൻഡ് ഉണ്ട് കേട്ടോ. 2.5 ഏക്കറാണല്ലോ. അപ്പോൾ ഏതാണ്ട് അവിടം വരെ ഉണ്ട്. നല്ല ലാൻഡ് കേട്ടോ. നമുക്ക് കൺസ്ട്രക്ഷനൊക്കെ പറ്റുന്ന ലാൻഡാണ്. ഇത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ ലാൻഡോട് കൂടി ഒരു കയറ്റം കഴിഞ്ഞു. മേലോട്ട് കയറ്റം ഉണ്ടെന്ന് വിചാരിക്കേണ്ട. പിന്നെ ഇതിൻ്റെ ഒരു വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? ഇതാണ് ഇതിൻ്റെ വ്യൂ. അസാധ്യ വ്യൂ കേട്ടോ. നമുക്ക് കൽപ്പറ്റ ടൗൺ മുഴുവൻ കാണാം. ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ചെമ്പ്ര കേട്ടോ. ചെമ്പ്ര മേലോട്ട് കാണുന്നില്ല. അസാധ്യ വ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. റോഡ് അത്യാവശ്യം കയറി വരുന്ന റോഡാട്ടോ. ഒരു കയറ്റം കയറി നമ്മൾ ലാൻഡിലോട്ട് എത്തണം. ആ സൈഡൊക്കെ നല്ല വ്യൂ കേട്ടോ. ഈ സൈഡ് മുട്ടിൽമല അടുത്ത് കാണാം ഇവിടുന്ന്. ഇത് മുട്ടിൽമലേൻ്റെ ഭാഗം കേട്ടോ. അങ്ങോട്ട് നിങ്ങൾ കൽപ്പറ്റ ടൗണ് കാണുന്നുണ്ടാവും. നമ്മളീ കാണുന്നത് കൽപ്പറ്റ ടൗൺ കേട്ടോ. ഇത് നമ്മളെ ചൂരമലക്കാർക്ക് വീട് വെച്ച് കൊടുത്ത
ആ ഒരു പ്രൊജക്റ്റ് കേട്ടോ ഈ കാണുന്നത്. അപ്പുറത്ത് തേയില എസ്റ്റേറ്റാണ് കാണുന്നത് കേട്ടോ. ഭയങ്കര ലോങ് വ്യൂ കിട്ടുന്നേ, ഭയങ്കര ഭംഗിയാണ്. ഈ കൽപ്പറ്റ തന്നെ, കൽപ്പറ്റ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട് കൽപ്പറ്റ ടൗണുമായിട്ട് ബന്ധപ്പെട്ട്. കൽപ്പറ്റ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പറ്റുന്ന സൂപ്പർ ലാൻഡാണ്. ഈ 2.5 ഏക്കർ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസൊക്കെ ഏതാണ്ട് നല്ല രീതിയിലൊന്ന് ബാർഗെയിൻ ചെയ്യാം. ഒരുമിച്ചുള്ള കച്ചവടമല്ലേ. ഇതിൽ എന്താ പറയുന്നത്, വലിയ കളയേണ്ട ഭാഗങ്ങളൊന്നും കാര്യമായിട്ടില്ല. എല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സ്ലോപ്പുകളാണ്. ഇതൊരു നിരപ്പാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന. ഒരു പാറയൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാറയൊക്കെ നല്ല ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് യൂട്ടിലൈസ് ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ലൊരു ലാൻഡാണ്. കൽപ്പറ്റ ടൗണിൽ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതാണ്. റോഡ് സൗകര്യമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാ വണ്ടി എത്തും കേട്ടോ. കയറ്റാണെങ്കിൽ ഞാനിപ്പോൾ കാറും എടുത്താൽ വന്ന് കാറൊക്കെ സുഖമായിട്ട് ഇവിടെ എത്തും. എല്ലാ വണ്ടി എത്തുന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരു ലാൻഡ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു ലാൻഡാണിത്. ടൗൺ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാന്യമായ വിലയ്ക്കും. ഇപ്പം നമ്മൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി, ഇപ്പോൾ ഏത് മുനിസിപ്പാലിറ്റി എടുത്താലും നമുക്കൊരു പ്ലോട്ടിന് എങ്ങനെ പോയാലും 2, 3, 4, 5 അങ്ങനെയൊക്കെയാണ് വില വരുന്നത്. അപ്പോൾ ഇത് മുനിസിപ്പാലിറ്റി തന്നെ ഒരു മാന്യമായ വിലക്കുള്ളൊരു പ്ലോട്ട്. മഴ പെയ്ത് കുറച്ച് മേഘങ്ങളൊക്കെ ആയതുകൊണ്ടല്ല ഈ മലയും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ള ആൾക്കാർ വേഗം വിളിക്കുക. ചെറുതായിട്ട് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലോട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം വന്നാൽ വേഗം എടുക്കാം, താല്പര്യമുള്ള ആൾക്കാർ കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. റോഡ് സൗകര്യം ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നില്ല, മഴയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം വീതിയൊക്കെ ഉള്ള റോഡാണ്. വരുന്ന വഴി കേട്ടോ ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, കൽപ്പറ്റ ടൗണാണ്, പിന്നെ മോശമില്ലാത്ത റോഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലോട്ട് കാണിച്ച് നിർത്തുകയാണ്. ആ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.